അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് അത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കൊക്കെ ആദ്യം തന്നെ എൻ്റെ ഫസ്റ്റ് ഒരു ബിഗ് താങ്ക്സ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 വെച്ചിട്ടാണ്. അപ്പോൾ ചാപ്റ്റർ 1ലേക്ക് പോവാം. ചാപ്റ്റർ 1 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് ആണ്. നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എഴുതുകയാണ്. ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2, 4, 6, 8 എക്സെട്ര എന്ന് പറയുന്നത് 2 + 2 ചെയ്യുമ്പോൾ 4 കിട്ടും, 4 + 2 ചെയ്യുമ്പോൾ 6, 6 + 2 ചെയ്യുമ്പോൾ 8. അങ്ങനെ ഒരു റൂള് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ 2, 4, 6, 8 എക്സെട്ര എന്ന് പറയുന്ന ഒരു നമ്പർ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുക. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ ലിങ്ക്ഡ് ബൈ എ റൂൾ. ഓക്കെ, സോ അതിന് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 8, 11, 14, 17 എക്സെട്ര. ഇതൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു പർട്ടിക്കുലറാണ് ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്? 8 + 3 ചെയ്യുമ്പോൾ 11, + 3 ചെയ്യുമ്പോൾ 14, + 3 ചെയ്യുമ്പോൾ 17 പ്ലസ് എക്സെട്ര. അങ്ങനെ നമ്മൾ ആ നമ്പർ സീക്വൻസിനെ ജനറേറ്റ് ചെയ്യും മുന്നോട്ട്. ഇതിപ്പോൾ പ്ലസ് അഡീഷൻ മാത്രമല്ല റൂൾ. ഇപ്പോൾ ഏതെങ്കിലും നമ്പർ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കാം, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അങ്ങനെ ഫോം ചെയ്യുന്ന അതൊക്കെ ഒരു പർട്ടിക്കുലർ റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് നമ്പർ സീക്വൻസ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ സീക്വൻസിനകത്ത് അല്ലെങ്കിൽ ഒരു സീക്വൻസിനകത്ത് കാണുന്ന ഓരോ നമ്പറുകളെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് എ ടേം. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഏതാ? ഇറ്റ് ഇസ് 8, 11, 14, 17 എക്സെട്ര. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ. ഇതിനകത്ത് 8 എന്ന് പറയുന്ന ടേം ആണ്, 11 എന്ന് പറയുന്ന ഒരു ടേം ആണ്, 14 എന്ന് പറയുന്ന ഒരു ടേം ആണ്, 17 എന്ന് പറയുന്നത് വേറൊരു ടേം ആണ്. അങ്ങനെ മുന്നോട്ടുള്ളത് എല്ലാ നമ്പേഴ്സും, ഒരു നമ്പർ സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ടേം എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പോൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണാവുന്ന 2 വേർഡ്സുകളാണ് ടേംസും പൊസിഷനും. ഓക്കെ, ഇവരുടെ റിലേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള എക്സസൈസുകളൊക്കെ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം. ടേം എന്ന് പറയുന്നത് ആ നമ്പർ സീക്വൻസിലെ ഓരോ നമ്പേഴ്സും, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആ ഓരോ നമ്പർ ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത് അതാണ് അതിൻ്റെ പൊസിഷൻ. അതായത് 8 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ, 11 എന്ന് പറയുന്ന ടേം സെക്കൻഡ് പൊസിഷനിൽ, ടേംസിനെയും പൊസിഷനെയും ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൾജിബ്ര എന്ന് പറയുന്നത്, ഓൾജിബ്ര യൂസസ് ലെറ്റേഴ്സ് ഓർ അതർ സിമ്പിൾസ് ഇൻ പ്ലേസ് ഓഫ് വാല്യൂസ് ആൻഡ് ദെൻ പ്ലേസ് വിത്ത് ദം യൂസിങ് എ സ്പെഷ്യൽ റൂൾ. അതായത് ഓൾജിബ്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്പേഴ്സ് അല്ലാതെ കൂടെ അതിൻ്റെ കൂടെ ഒരു ആൽഫബറ്റ് കൂടെ വരും, ഒരു ലെറ്റർ വരും. ഇറ്റ് മേ ബി എക്സ് ഓർ വൈ. നിങ്ങൾക്ക് എക്സ് ഓർ വൈ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏതൊരു ആൽഫബറ്റ്. നമ്മൾ അതവിടെ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു അൺനോൺ വാല്യൂ, ഒരു വേരിയബിൾ എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു വാല്യൂ സർട്ടൺ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓൾജിബ്ര എക്സ്പ്രസ് ചെയ്തതിന് ശേഷം ഈ അൺനോൺ വാല്യൂസ് ചില റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അൺനോൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഓൾജിബ്ര. ഓൾജിബ്രയ്ക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് x + 3 = 7. ഇവിടെ x + 3 = 7 എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ x എന്താ? ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വാല്യൂ വി ഡു നോട്ട് നോ യെറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ അൺനോൺ ഓർ ദി വേരിയബിൾ. ഇറ്റ് ക്യാൻ ബി എക്സിന്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അൺനോൺ വേരിയബിൾ ആണ്. സോ ഇതൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ആണ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഓൾജിബ്ര എന്ന് പറയുന്നത് ഒരു പസിലാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓൾജിബ്ര ഇസ് എ പസിൽ, സ്റ്റാർട്ട്സ് വിത്ത് x + 3 = 7 ആൻഡ് ends in x = something. ഓക്കെ, അതാണ് ഓൾജിബ്ര. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ ഒരു 2-3 എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഓൾജിബ്ര എന്താന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിലെ 2-3 എക്സാമ്പിൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4, 8, 12 എക്സെട്ര. ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഓക്കെ, ഇതിൽ ഓരോന്ന് കാണുന്നതും ഓരോ ടേംസ് ആണ്. അതൊരു 4 എന്ന് പറയുന്ന ടേം ഫസ്റ്റിൽ, 8 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ എക്സെട്ര. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പൊസിഷനും ടേമും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഈ സീക്വൻസിൽ ആകെ 3 ടേംസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിന് മുന്നോട്ടുള്ള ടേംസ് ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇതിന്റെ പൊസിഷന്റെയും ടേമിന്റെയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫിഫ്ത്ത് ടേം, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ഫിഫ്ത്ത് ടേം ആൻഡ് ദ 20th ടേം, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ പൊസിഷൻ ആൻഡ് ടേം തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഫസ്റ്റ് പൊസിഷനിൽ ഒരു നമ്പർ വരണമെന്നുണ്ടെങ്കിൽ അത് ഈ നമ്പർ ആയിരിക്കണം, സെക്കൻഡ് പൊസിഷനിൽ അത് ഈ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള അത് എന്തുകൊണ്ടാണ് സെക്കൻഡ് പൊസിഷനിൽ നമുക്കത് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നെക്സ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടേംസ് ഒക്കെ ഈ സീക്വൻസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ എക്സാമ്പിളിൽ തന്നെ 4, 8, 12 ഇവിടെ പൊസിഷന്റെയും ടേമിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദിസ് ഇസ് 4 ടൈംസ് ദി പൊസിഷൻ അല്ലെ, 4 ടൈംസ് ഇറ്റ്സ് പൊസിഷൻ. അതായത് ഓരോ ടേമുകളും അതിന്റെ പൊസിഷന്റെ 4 ടൈംസ് ആണ്. ഇപ്പൊ 1 എന്ന് പറയുന്ന പൊസിഷന്റെ 4 ടൈംസ് ആണ് 4. സെക്കൻഡ് പൊസിഷനിലുള്ളതിന്റെ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ടൈംസ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു, അതാണ് 4 ടൈംസ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷന്റെ 4, തേർഡ് പൊസിഷന്റെ 4 ടൈംസ് എന്ന് പറയുന്നത് എന്താ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈച്ച് ടേം ഇസ് 4 ടൈം ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ പൊസിഷന്റെ 4 ടൈംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഈച്ച് ടേം ഇസ് 4 ടൈംസ് ഇറ്റ്സ് പൊസിഷൻ, അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? സോ അതിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്തായിരിക്കും? ഓരോ ടേമും അതിന്റെ പൊസിഷന്റെ 4 ടൈംസ് ആണെന്ന് പറയുമ്പോൾ nth ടേം ഓഫ് ദ സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ഇൻറ്റു 1, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ഇൻറ്റു 2, തേർഡ് ടേം 4 ഇൻറ്റു 3. അപ്പൊ 4 അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് ഈ 1, 2, 3 എന്ന് പറയുന്ന പൊസിഷൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ എങ്ങനെയായിരിക്കും? x1 is equal to എന്താണ്? 4. 4നെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്? 4 ഇൻറ്റു 1. ഓക്കെ, x2 is equal to എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇറ്റ് ഇസ് 8. അപ്പൊ 8നെ നമുക്ക് എങ്ങനെ എഴുതുന്നത്? 4 ഇൻറ്റു 2. x3 എന്താ ഇവിടെ? 12, that is 4 ഇൻറ്റു 3 അല്ലേ? അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഏതാ? ഇറ്റ് ഇസ് 4. വേരിയബിൾ ആയിട്ടുള്ളത് നമ്മുടെ പൊസിഷൻ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ 1, 2, 3നെ നമ്മൾ n എന്ന് പേര് കൊടുത്താൽ, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു അൺനോൺ വേരിയബിൾ ആയിട്ട് അത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ പ്രത്യേകത. ഈ എക്സ്പ്രഷനിൽ എന്താ ശരിക്കും? നമ്മളൊരു അൺനോൺ വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൾജിബ്ര ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? nth ടേം ഓഫ് ദ സീക്വൻസസ് 4n വരും. കാരണം എന്താ? ഫസ്റ്റ് ടേം ഓഫ് എ സീക്വൻസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 1, സെക്കൻഡ് ടേം ഇസ് 4 ഇൻറ്റു 2, തേർഡ് ടേം ഇസ് 4 ഇൻറ്റു 3. അപ്പൊ nth ടേം എന്തായിരിക്കും? 4 ഇൻറ്റു n. നമുക്ക് എന്താണ് കിട്ടുന്നത്? xn is equal to 4 എന്ന് കിട്ടി. ആ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 5th ടേം കണ്ടുപിടിക്കാം, 20th ടേം കണ്ടുപിടിക്കാം. നമുക്ക് ഏതൊരു പൊസിഷനിലുള്ള ടേമും ഈ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ കൊണ്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1, 4, 9, 16. അതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തതുവരെ ഇതും ഇതിന്റെ പൊസിഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക. സോ അതിന്റെ റിലേഷൻ എന്താണ്? ഈച്ച് ടേം ഇസ് എ സ്ക്വയർ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതായത് ഇവിടെ 1 എന്ന് പറയുന്ന ടേം ഫസ്റ്റ് പൊസിഷനിൽ, 4 സെക്കൻഡ് പൊസിഷനിൽ, 9 തേർഡ് പൊസിഷനിൽ, 16 ഫോർത്ത് പൊസിഷനിൽ എക്സെട്ര അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈച്ച് ടേംസ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതിന്റെ പൊസിഷന്റെ സ്ക്വയർ ആയിട്ടാണ് ഓരോ ടേമുകളും വന്നിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷന്റെ സ്ക്വയർ എന്താ? 1. സെക്കൻഡ് പൊസിഷൻ്റെത് 2 സ്ക്വയർ ഇസ് 4, തേർഡ് പൊസിഷൻ്റെത് 3 സ്ക്വയർ ഇസ് 9, ഫോർത്ത് പൊസിഷൻ്റെത് 4 സ്ക്വയർ ഇസ് 16. മനസ്സിലായോ? സോ അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പൊസിഷനെ നമ്മൾ n is equal to 1, 2 എക്സെട്ര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് n സ്ക്വയർ എന്നുള്ള രീതിയിൽ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് xnth ടേം വിൽ ബി n സ്ക്വയർ. ഓക്കെ, ഹിയർ x1 is 1, x2 is 4, x3 is 9, xn nth പൊസിഷനിലുള്ള എന്തെന്ന് വിളിക്കും നമ്മൾ? ദാറ്റ് ഈസ്
n സ്ക്വയർ. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ ഈ ഒരു ഇക്വേഷന്റെ രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. അതിനെ എഴുതാം. എങ്ങനെയാ അത് എഴുതുന്നത്? ദിസ് ഇസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര. അങ്ങനെ വരും. നമ്മൾ ഇതുവരെ സാധാ നാച്ചുറൽ നമ്പേഴ്സിന്റെ നമ്പർ സീക്വൻസ് ആണ് കൺസിഡർ ചെയ്തത്. അതിന്റെ പൊസിഷനും ടേംസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുത്ത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബോത്ത് നാച്ചുറൽ നമ്പേഴ്സും ഫ്രാക്ഷനും ഉള്ള ഒരു നമ്പർ സീക്വൻസ് ആണെങ്കിലോ അതിനെങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതുക. ഇപ്പൊ ഈ 1നെ ഇവിടെ 3/2 5/2 7/2 ഈ മൂന്ന് ടേംസിന്റെയും ഡിനോമിനേറ്റർ 2 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 2 വരുന്ന രീതിയിൽ നമ്മൾ ഈ 1 2 3നെ ഫ്രാക്ഷൻ രൂപത്തിൽ 2/2 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. പിന്നെ ഈ സെയിം നമ്പർ ദാറ്റ് ഈസ് 3/2. പിന്നെ ഏതാ 2നെ നമ്മൾ എങ്ങനെയാ 2 ഡിനോമിനേറ്റർ വരുന്ന ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതുക. ദാറ്റ് വിൽ ബി 4/2. 4/2 എന്ന് പറയുന്നത് 2 തന്നെയല്ലേ. നെക്സ്റ്റ് ഈസ് 5/2. then 3നെ നമ്മൾ എങ്ങനെയാ ഡിനോമിനേറ്റർ 2 വരുന്ന രീതിയിൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ദിസ് വിൽ ബി 6/2 എക്സെട്ര. സോ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ഒരു സീക്വൻസിനെ ഫ്രാക്ഷന്റെ രൂപത്തിലാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് കോമൺ ആണ് എല്ലാ ടേംസിനും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ന്യൂമറേറ്റേഴ്സുകൾ മാത്രം കൺസിഡർ ചെയ്യാം. നമുക്ക് ഇതിന്റെ തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കണ്ടേ? ഇവർ ഏതൊരു റൂളിലാണ് ഈ സീക്വൻസ് ഫോം ചെയ്തതെന്ന് കണ്ടുപിടിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇതിന്റെ ന്യൂമറേറ്റർ എടുക്കുക, ന്യൂമറേറ്റേഴ്സ് മാത്രം എടുക്കുക. അപ്പൊ എന്തെന്ന് വരും? ന്യൂമറേറ്റേഴ്സ് മാത്രം എടുക്കും. നേരത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത സീക്വൻസിന്റെ 2 3 4 5 6 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഇതിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ഇനി ഇത് എങ്ങനെയാ ഫോം ചെയ്തിരിക്കുന്നത്? +1 ചെയ്തിട്ടാണ് ഓരോ നമ്പേഴ്സും ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ +1 എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ നമ്പേഴ്സും ഈ ഒരു നമ്പർ സീക്വൻസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പൊസിഷനും ഇതിന്റെ ടേംസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. എന്നാലല്ലേ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇവരിങ്ങനെ എഴുതാം. x1 is equal to നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ 2/2. ദാറ്റ് ഈസ് 1 തന്നെയാണ്. ഓക്കെ. x2 is equal to എത്രയാണ്? 3/2. ദാറ്റ് ഈസ് ഇവിടെ 3/2 തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് is x3 is equal to എത്ര വരും? 4/2. that is equal to 2 etc. ഇനി നമുക്ക് xnന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് xnന്റെ വാല്യൂ കണ്ടുപിടിക്കാം. thereby ഓൾജിബ്രിക് എക്സ്പ്രഷനും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ 1 ആണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് പ്ലേസിൽ 3/2. ഇതൊരു ഫ്രാക്ഷന്റെ രൂപമായതുകൊണ്ട് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷനും ഒരു ഫ്രാക്ഷൻ രൂപത്തിലായിരിക്കും നമുക്ക് ഇമെയിൽ കിട്ടുക. അതായത് അതിന്റെ ഫ്രാക്ഷൻ ഫോംസുകൾ എങ്ങനെയാണ് നമുക്ക് ഓരോ പൊസിഷനിലും കിട്ടുക എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് nth പൊസിഷനിലെ വാല്യൂ കിട്ടും. സോ x1 ഫസ്റ്റ് പൊസിഷൻ 2/2 ആയിരിക്കണം. സോ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഏതാ? നമ്പർ ഏതാ? ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് അത് ഒരെണ്ണം കിട്ടും. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. ഇനി മേളിൽ ഫസ്റ്റ് പൊസിഷനിൽ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ദാറ്റ് ഈസ് 1 + 1. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിലോട്ട് 2/2 എല്ലാത്തിലും കോമൺ അല്ലേ. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ 3 വരുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ 3 വരണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ 3 വരാൻ +1. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തേർഡ് പൊസിഷനിലുള്ളത് ഒന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. തേർഡ് പൊസിഷനിൽ 4 കിട്ടണം. ദാറ്റ് ഈസ് തേർഡ് പൊസിഷനിൽ 4 എന്ന് പറയുന്നത് ടേം കിട്ടണം. സോ ദിസ് ഈസ് 1. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് 2 ഉണ്ട് ഡിനോമിനേറ്ററിൽ.
പിന്നെ ഈ 1 ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പൊസിഷനാണ്. 1 2 3 4 അങ്ങനെ വരും. ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിനെ നമ്മൾ n എന്ന് വിളിക്കാം. കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതിന് നമുക്ക് +1 എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ്. സോ നമ്മൾ നേരത്തെ ഒരു സെക്ഷനിൽ കണ്ടു എന്താണ് നമ്പർ സീക്വൻസ് എന്നുള്ളത്. നമ്പർ സീക്വൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വിത്ത് എ പർട്ടിക്കുലർ ഫോളോയിങ് എ പർട്ടിക്കുലർ റൂൾ, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഒരു സിമിലാരിറ്റി ഉള്ളതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വിത്ത് എ ഡെഫിനിറ്റ് നമ്പർ സീക്വൻസിൽ കണ്ടു ഓരോ നമ്പേഴ്സും ആ ലിസ്റ്റിലുള്ള ഓരോ നമ്പേഴ്സും ഫോം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ റൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ട് സം ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്, ഡിവിഷൻ ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ റൂൾ ഉപയോഗിച്ചായിരിക്കും അതിലുള്ള ഓരോ ലിസ്റ്റിലെ ഓരോ നമ്പേഴ്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. In arithmetic sequence, if you take any number in the sequence, then subtract it by the previous one, and the result is always the same or constant, and then it is an arithmetic sequence. ഒരു particular sequence, ഒരു list of numbers എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിന്റെ പ്രീവിയസ് ടേം ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ്, രണ്ട് സക്സസീവ് നമ്പേഴ്സിന്റെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ അവരെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ഓർ ആ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ നമ്പർ ത്രൂ ഔട്ട് എല്ലാ ടേംസിന്റെയും എല്ലാ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് ആയിട്ട് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ there should be a common difference between each terms in that particular list of numbers. ഓക്കെ, അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അതനുസരിച്ച് ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് ആണ് ഇൻ ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓർ സക്സസീവ് നമ്പേഴ്സ് എന്ന സീക്വൻസ് വേണ്ടത്. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. സോ ആ കോൺസ്റ്റന്റ് ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡി. We use the common difference to go from one term to another. So ഇതിനകത്ത് കാണുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന സെക്ഷനിലുള്ള എല്ലാ എക്സസൈസും ചോദിച്ചിരിക്കുന്നത് ഒരു സീക്വൻസ് തരും നമുക്ക്, എന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓൾസോ ടു ഫൈൻഡ് എ പർട്ടിക്കുലർ പൊസിഷൻ ടേം. ഓക്കെ, അതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ആ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞ മാതിരി we can go from one term to another. So ഈ സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസും ആവാം, ഡിക്രീസിങ് സീക്വൻസും ആവാം. If the common consecutive term is positive, we say that the sequence is increasing. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സീക്വൻസ് എടുക്കുകയാണ് 2 4 6 8 എക്സെട്ര. ഓക്കെ, ഇതിനകത്ത് 2 എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ടേംസിലോട്ട് എത്താൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് എ +2. സോ ഇറ്റ് ഇസ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സീക്വൻസിനെ എന്ന് വിളിക്കാം സീക്വൻസ് ഇസ് ഇൻക്രീസിങ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓൺ അതർ ഹാൻഡ് നമ്മളിപ്പോ വേറൊരു സീക്വൻസ് എടുക്കുകയാണ്, 8 6 4 2 എക്സെട്ര അങ്ങനെ എടുക്കുകയാണെങ്കിലോ ഇവിടെ 8 ന്ന് 6 എത്തണമെന്നുണ്ടെങ്കിൽ 8 - 2 ചെയ്യണം. ഇവിടെ കോമൺ ഡിഫറൻസിന്റെ സൈൻ എന്താ? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. സോ അങ്ങനെയുള്ള സീക്വൻസ് എന്ന് പറയുന്നത് ഇസ് ഡിക്രീസിങ് സീക്വൻസ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Here it is given as 7 15 23 31. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് ബിലോ. നമുക്കതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എക്സസൈസുകളുടെ ഭൂരിഭാഗവും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ആയിരിക്കും. ചെക്ക് വെദർ ഇറ്റ് ഇസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് നെക്സ്റ്റ് ടേം. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്? ഇവർ തമ്മിലുള്ള ഈ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം ആയിരിക്കണം ത്രൂ ഔട്ട് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും? 15 - 7 ചെയ്യുക. ദാറ്റ് ഇസ് 15 - 7 23 - 15 31 - 23. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു കോമൺ ഡിഫറൻസ് ആണ്. സിൻസ് ദ കോമൺ ഡിഫറൻസ് ഇസ് 8 ഓർ റിട്ടൺ ആസ് d ഈസ് ഈക്വൽ ടു 8. ഞാൻ പറഞ്ഞു കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് d എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. വി ക്യാൻ ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ആഫ്റ്റർ 31 ബൈ ആഡിങ് 8 ടു ഇറ്റ്. ഓക്കെ, ഇവിടെ 7 + 8 ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്, +8 ചെയ്തപ്പോൾ 23 കിട്ടി, +8 ചെയ്തപ്പോൾ 31 കിട്ടി. ഇനി നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 31 + 8. സോ ഇതാണ് ആ പർട്ടിക്കുലർ റൂൾ. ഈ ഒരു സീക്വൻസിൽ ഫോളോ ചെയ്യുന്ന പർട്ടിക്കുലർ റൂൾ എന്ന് പറയുന്നത് +8 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ടേമിലോട്ട് എത്താൻ പറ്റുക. Therefore
we have 31 plus 8 is equal to 39. നമ്മൾ പഠിച്ചത് നമ്പർ സീക്വൻസ് എന്താന്ന് പഠിച്ചു, അതിന് എക്സാമ്പിൾസ് കണ്ടു, ഓൾജിബ്ര എന്താന്ന് പഠിച്ചു, അതിനും എക്സാമ്പിൾസ് കണ്ടു, ദെൻ അരിത്തമെറ്റിക് സീക്വൻസ്. സോ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എക്സസൈസുകളും ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ക്ലിയർ ആയിട്ട് എടുത്തു തരും. എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.